എല്ലാം ചെയ്തു മാം എനിക്ക്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? നമുക്കൊരു ആദ്യമായിട്ട് അത് കിടക്കുമ്പോൾ നമുക്ക് മണി അട്രാക്റ്റ് ആയി വരില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന, ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് ആ ബ്ലോക്കേജ് എല്ലാം മാറ്റാൻ പറ്റും. ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ മാനിഫെസ്റ്റേഷനും എല്ലാ തടസ്സങ്ങൾക്കും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നമ്മൾ എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തു, അഫർമേഷൻസ് പറഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷെ ചിലർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും വർക്കൗട്ട് ആകുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് വേണ്ടത്? കുറേ പേര് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വന്ന് അടിക്കടി ചോദിക്കുന്നതാണ്, ഞാൻ എല്ലാം ചെയ്തു മാം എനിക്ക്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇത് എല്ലാ കാര്യത്തിലും ഉള്ളതാണ്. മണിയുടെ കാര്യത്തിൽ കുറച്ച് പേർക്ക് കടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് ലെറ്റ് ഗോ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് എന്ത് ചെയ്തിട്ടും മണി അട്രാക്റ്റ് ആയി വരില്ല. കാരണം അവരുടെ ഉള്ളിൽ അതങ്ങ് കിടക്കുകയാണ്. ഞാനിങ്ങനെ കടത്തിൻ്റെ പുറത്താണ്, ഇത് ഇനി മാറുമോ? അങ്ങനെയൊന്നും നമുക്കൊരു ആദ്യമായിട്ട് അത് കിടക്കുമ്പോൾ നമുക്ക് മണി അട്രാക്റ്റ് ആയി വരില്ല. അതുപോലെ കരിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്ത് ജോലിക്ക് വേണ്ടി ഇങ്ങനെ പലതും ട്രൈ ചെയ്തിട്ടും നമുക്ക് കിട്ടാതാവുമ്പോൾ നമുക്കതൊരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കും. എനിക്കിതൊന്നും കിട്ടില്ല എന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്കതൊരു ബ്ലോക്കേജ് ആയിട്ട് വരും. ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് ഉള്ളിലിരിക്കും. അതാണ് അവിടെ അട്രാക്റ്റ് ആയി വരുന്നത്. അപ്പോൾ പിന്നെ മാരേജിൻ്റെ കാര്യത്തിലായാലും കുറേ തേടി നടന്നിട്ട് നടക്കാതാവുമ്പോൾ അതങ്ങനെ ഇരിക്കും, അതൊരു ബ്ലോക്കേജ് ആയിട്ട്. വീട്, കാറ്, ഇങ്ങനെ എന്ത് കാര്യത്തിൻ്റെ ആയാലും നമ്മൾ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ട് ആകാതെ ഇരിക്കുമ്പോൾ അതൊരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കുകയും നമുക്കത് എന്ത് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ആകുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥന. ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് ആ ബ്ലോക്കേജ് എല്ലാം മാറ്റാൻ പറ്റും. ഇത് ഞാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ മാനിഫെസ്റ്റേഷനും എല്ലാ തടസ്സങ്ങൾക്കും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യം എന്താന്ന് വെച്ചാൽ അതാണ് ക്ഷമ ചോദിക്കുന്നത്. നമ്മുടെ വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയാതെ വെറും നമ്മൾ ഒരു ചൊല്ലു പോലെ, കാണാപ്പാഠം പോലെ പഠിച്ച് പറയുന്നത് കൊണ്ടാണ് ഇത് പലർക്കും വർക്കൗട്ട് ആകാത്തത്. ഇത് എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വർക്കൗട്ട് ആകുന്നത് എന്നൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഈ ഹോപ്പണോപ്പണപ്പറ എന്നെ എടുത്ത് വെച്ച് ഒരു കാര്യത്തിന്, ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണം, മണി എന്ന് പറഞ്ഞിട്ട് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആകില്ല. കാരണം അവിടെ അതിന് കൊടുക്കേണ്ട ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് നമ്മളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബ്ലോക്കേജസും മാറിപ്പോവും. ഇത് മണിയുടെ കാര്യത്തിലായാലും നിങ്ങളുടെ ഏത് മാനിഫെസ്റ്റേഷൻ, എന്ത് കാര്യമായാലും നിങ്ങൾക്ക് അവിടെ സക്സസ് വരും. ആ നടക്കാത്ത മാനിഫെസ്റ്റേഷനൊക്കെ നടത്താനും ആ ബ്ലോക്കേജിനെ മാറ്റാനും വെരി 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 പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹോപ്പണോപ്പണ പ്രയർ. ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം ഒരു മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തതാണ്, എനിക്കിതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് വോയിസ് എനിക്ക് കേൾക്കാം. നമ്മൾ ഇങ്ങനെ വെറുതെ കാണാപ്പാടം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ മണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് മണി അട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മണിയെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തിട്ട് ആ മണിയോട് നമ്മൾ എങ്ങനെയാണ് സോറി ചോദിക്കേണ്ടത്? വെറുതെ ഐ എം സോറി അങ്ങനെ പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവും. അത് നമ്മൾ ഉണർവ് പൂർവ്വമായിട്ട് പറയണം. മണി ഇരിക്കുന്നു, ആ മണി നമ്മുടെ ലൈഫിൽ എത്രയോ വന്നിട്ടുണ്ട്, പക്ഷെ അതിന് ഒരിക്കലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മരിച്ചിട്ടുണ്ടോ? ഇല്ല. പല പ്രാവശ്യം നമ്മൾ ഈ മണിയെല്ലാം ഒരു വാല്യൂവും കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഈ ചില്ലറ പൈസയൊക്കെ ഇട്ടിരിക്കും. അതിൽ നോട്ടുകളെല്ലാം നമ്മൾ ചുരുട്ടിക്കൂട്ടി വയ്ക്കുക. അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോഴെല്ലാം കഷ്ടത്തോടെ എൻ്റെ മണിയെല്ലാം തീർന്നു പോകുന്നു അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് മണിയൊന്നും അട്രാക്റ്റ് ആകുന്നില്ല, അവരങ്ങനെ ജീവിക്കുന്നു, ഇവരിങ്ങനെ ജീവിക്കുന്നു, എനിക്കൊന്നുമില്ല എന്ന് നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ മണിയോട് ചെയ്യുന്ന തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മണിയെ സ്നേഹിക്കാൻ പാടില്ല, പണത്തിൻ്റെ പുറകെ പോകരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ മണിയെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അതൊരു ബ്ലോക്കേജ് ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ആ മണിയെ ഓർത്ത് നമ്മൾ സ്മരിച്ച് ഒന്ന് ഹോപ്പണോപ്പണ പ്രയർ പറഞ്ഞു നോക്കുക. അതായത് ഇങ്ങനത്തെ ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയണം. ഇപ്പോൾ ഒരു കുഞ്ഞിനോട് പോയി, ഒരു കുഞ്ഞ് ഒത്തിരി ഇങ്ങനെ കരയുകയാണ്, എനിക്ക് ചോക്ലേറ്റ് വേണം എന്ന് കരയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് നീ ചോക്ലേറ്റ് തിന്നാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ കുട്ടിക്ക്? ആ കുട്ടി ഒത്തിരി സങ്കടപ്പെട്ട് വീണ്ടും അത് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ കുട്ടിയോട് പോയി, മോനെ ഈ ചോക്ലേറ്റ് തിന്നാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും, നമുക്ക് ഇങ്ങനെ രോഗങ്ങൾ വരും, നമ്മുടെ പല്ലൊക്കെ പോവും, പിന്നെ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹോപ്പണോപ്പണ പ്രയറും. അത് നമ്മൾ ഫീൽ ചെയ്ത് ഉണർന്ന് ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുമ്പോൾ അത് നമുക്ക് ഫാസ്റ്റായിട്ട് വർക്കൗട്ട് ആവും. ഉടനെ വർക്കൗട്ട് ആകാൻ തുടങ്ങും. എല്ലാ ബ്ലോക്കേജസും മാറ്റിയെടുത്ത് നമുക്ക് ഹീൽ ചെയ്യാനും, നമ്മളെ ഹീൽ ചെയ്യാനും, നമ്മുടെ രോഗങ്ങൾ മാറ്റാനും, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മാറ്റിയെടുത്ത് നമുക്ക് ഉടനെ ആ മാനിഫെസ്റ്റേഷനെ
സക്സസ് ആക്കാൻ പറ്റും. ഒരു മണിയുടെ കാര്യം എടുക്കുക. ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ. നീ എൻ്റെ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ അതിന് നിന്നെ സ്മരിക്കുകയോ നിനക്ക് നന്ദി പറയുകയോ ചെയ്തിട്ടില്ല. അതെൻ്റെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫർഗീവ് മീ. ഇപ്പോൾ ആ തെറ്റ് നീ എനിക്ക് മനസ്സിലാക്കി തന്നെ താങ്ക് യു സോ മച്ച്. നീ കാരണം ഞാനിപ്പോൾ ഒരുപാട് നല്ല ഗുണം പഠിച്ചിരിക്കുന്നു. അതിന് ഐ ലവ് യു. ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് പറയാം. അതുപോലെ നിനക്ക് ഞാൻ ഒരു വാല്യൂയും തരാതെ ഇരുന്നിട്ടുണ്ട്. അതിനെന്നോട് ക്ഷമിക്കൂ. ഐ എം സോറി. ഇനി അങ്ങോട്ട് നിനക്ക് എങ്ങനെ ഞാൻ വാല്യൂ തരണമെന്ന് നീ ഇപ്പം എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. നന്ദി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നമുക്ക് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും പറയാം. എനിക്ക് നീ കാരണം നല്ലൊരു ഫോണ് കിട്ടി, ഞാൻ ഇത്രയും പഠിച്ചിരിക്കുന്നു, എനിക്ക് നല്ല ഫുഡ് കിട്ടുന്നു, ഇതിനെല്ലാറ്റിനും നന്ദി പറയാതെ ഞാൻ ഇത്രയും ദിവസം ഇരുന്നതിന് ഐ എം സോറി. എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫർഗീവ് മീ. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എടുത്ത് നന്ദി പറയുമ്പോൾ ആ പണത്തിനോട് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും, എല്ലാ ബ്ലോക്കേജസും അവിടെ മാറിപ്പോവും. എല്ലാ ബ്ലോക്കേജസും മാറിപ്പോയി നിങ്ങളിലേക്ക് പണം അട്രാക്റ്റായി വരാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങളുടെ ഒരു ജോബിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഈ ജോബിന് വേണ്ടി ഞാൻ എത്രയോ ട്രൈ ചെയ്യാതിരുന്നിട്ടുണ്ട്, മടി പിടിച്ചിരുന്നിട്ടുണ്ട്, ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ ഞാൻ തന്നെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്കിതൊന്നും കിട്ടില്ല എന്ന് ഞാൻ തന്നെ കുറേ ബ്ലോക്കേജസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ ജോബ് കിട്ടാത്തത്. അതിനെന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫർഗീവ് മീ. ഇപ്പം ഞാൻ ഈ തെറ്റ് നീ എനിക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. നീ കാരണം ഞാൻ ഇപ്പം ഈ ജോബിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതിന് നന്ദി. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് ഉണർന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോയി അതിനുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു ഓഫർ വരാൻ തുടങ്ങും. പല തടസ്സങ്ങൾ മാറി അതിനുള്ള ഓഫർ കിട്ടേണ്ട അവസരങ്ങൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ വഴി, അല്ലെങ്കിൽ ഒരു ന്യൂസ് വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങും. മണിയുടെ കാര്യം ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ പ്രപഞ്ചം അതിനുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങളെ നടത്താൻ തുടങ്ങും. ഇനി നിങ്ങളുടെ ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, എനിക്കിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് രോഗം മാറുന്നില്ല, എനിക്ക് ഈ രോഗം മാറാനുള്ള സാഹചര്യം, എൻ്റെ രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല, അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, എനിക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ശരീരത്തിനോട് ഓരോരോ അവയവത്തിനെ എടുത്ത്, അല്ലെങ്കിൽ ശരീരം മൊത്തം, നമ്മുടെ ശരീരത്തിനോട് തന്നെ നമ്മൾ സംസാരിക്കുക, നമ്മൾ മാപ്പ് പറയുക. ഐ എം സോറി, നിനക്ക് വേണ്ട ശ്രദ്ധയോ പരിഗണനയോ ഞാൻ തരാത്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ രോഗം വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മിസ്റ്റേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അത് ചിലർക്ക് ശാരീരികമായിരിക്കാം, ചിലർക്ക് മാനസികമായിരിക്കാം. അപ്പോൾ നമ്മൾ കുറേ മാനസിക പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ കുറേ ചിന്തിച്ചു കൂട്ടുന്നതും കുറേ നെഗറ്റീവ്സിലൂടെയൊക്കെ കടന്നു പോകുന്നതും അതെല്ലാം നമ്മുടെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ വരുന്നത്. അതുപോലെ ശാരീരികമായി വരുന്നതും നമ്മൾ കഴിക്കുന്ന ചില ഫുഡ് കാരണമാണ്. നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതൊക്കെ കാരണമാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ഇപ്പോൾ അഫക്റ്റ് ആകുന്നത്. അത് ഞാൻ ഖേദിക്കുന്നു, എൻ്റെ തെറ്റാണ്, നിന്നെ വേണ്ടത്ര ശ്രദ്ധ തരാത്തതിന് മാപ്പ്. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. എന്നോട് ക്ഷമിക്കും. ഇപ്പം ഞാൻ ആ തെറ്റ് മനസ്സിലാക്കി. അതിന് താങ്ക് യു സോ മച്ച്. അത് നീ മനസ്സിലാക്കി തന്നത് നീയാണ്. ഇപ്പം ഇങ്ങനെ ഒരു രോഗം കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങൾ ഫീൽ ചെയ്ത് ശരീരത്തിനോട് പറയണം. ഒരാളുടെ അടുത്ത് പോയി ഐ ലവ് യു പറയുമ്പോൾ വെറുതെ പോയി ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, ഐ ലവ് യു, ഇങ്ങനെ പറയുമ്പോഴല്ലേ അത് ഫീൽ ആകുന്നു. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ്രഗ്നൻസി എടുക്കുന്നു. നിങ്ങൾ കുറേ ട്രൈ ചെയ്യുന്നു, നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുന്നില്ല. അതൊരു ബ്ലോക്കേജ് ആയിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എത്രയോ മാനിഫെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താണ് വർക്കൗട്ട് ആകുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യും. ഈ ഹോപ്പണോപ്പണോ പ്രെയർ എടുത്ത് ആ മാനിഫെസ്റ്റേഷന് വേണ്ടി കൂടെ നമുക്ക് പറയാം. നമ്മൾ ലെറ്റ് ഗോ ചെയ്യാതെ അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊക്കെ ഇരിക്കുന്നതിന് കൂടെ നമുക്ക് സോറി ചോദിക്കാം. ഐ എം സോറി, ഞാൻ നിന്നെ ലെറ്റ് ഗോ ചെയ്യാതെ ഇങ്ങനെ വച്ചിരിക്കുന്നത് എൻ്റെ തെറ്റാണ്, നിന്നെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫർഗീവ് മീ. ആ തെറ്റിപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷന് വേണ്ടി തന്നെ, നിങ്ങൾ ആ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ ഹോപ്പണോപ്പണോ പ്രെയർ ചോദിക്കും. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയും. ആ ബ്ലോക്കേജ് അവിടെ മാറിപ്പോവും. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ ഇതുപോലെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം സോറി, എനിക്ക് കിട്ടേണ്ടത് തീർച്ചയായിട്ടും കിട്ടും, എൻ്റെ കൈകളിൽ ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് കിട്ടും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സോ അത് ഞാൻ മനസ്സിലാക്കാതെ ഇതുവരെ ഇരുന്നതിന് എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫർഗീവ് മീ. എനിക്കിപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പാഠം നീ ഇപ്പോൾ പഠിപ്പിച്ച് തന്നേന് ഐ ലവ് യു. ഇങ്ങനെ നിങ്ങൾ കുറേ ഇങ്ങനെ ഫീൽ ചെയ്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രഗ്നൻസി നിങ്ങളുടെ കൈകളിലെത്തും, ആ കുഞ്ഞ് നിങ്ങളുടെ കയ്കളിൽ എത്തിയിരിക്കും. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും
നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻസിലും നിങ്ങളിപ്പം പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്ത് പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം വരാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വണ്ടി കേടായാൽ പോലും, ഞാൻ ഇത് ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനത് ചെയ്ത് അവിടെ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇത് പല പ്രാവശ്യം എൻ്റെ വണ്ടിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവാതെ ഇരിക്കുക, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ണടച്ച് ഫീൽ ചെയ്ത് ഇങ്ങനെ ഒരു ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയും, ഉടനെ അത് വർക്കൗട്ട് ആവും. അതുപോലെ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്നത് കുറച്ച് പേർക്ക് പ്രശ്നമായിരിക്കും, കുറച്ച് പേർക്ക് വണ്ണം വച്ചിരിക്കുന്നത് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ PCOD, PCOS, ഞാൻ ഒരു സൗന്ദര്യം ഇല്ലാതെ ഇരിക്കുന്നു, എൻ്റെ മുടി, എൻ്റെ സ്കിന്ന്, എല്ലാറ്റിനും വേണ്ടി നിങ്ങൾക്ക് പറയാം. അതിന് നിങ്ങൾ വേറെ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ നന്നായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മെലിഞ്ഞതല്ല, ഞാൻ കറക്റ്റായിട്ടിരിക്കുന്നെങ്കിൽ ഒരു മെലിഞ്ഞ കുട്ടിയെ കാണും, എന്തൊരു മെലിഞ്ഞിട്ടാണ് ഈ കുട്ടി, അങ്ങനെ നമ്മൾ പറയും, ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവിടെ കൊടുക്കും. അതുപോലെ ഒരു വണ്ണം വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പറയും, എന്തൊരു വണ്ണമാണ്, ഇവരൊത്തിരി തിന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അതെല്ലാം ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വരികയും ചിലപ്പോൾ എല്ലാം ഇടയിൽ നമ്മൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും, പെട്ടെന്ന് മെലിയും, അല്ലെങ്കിൽ പല രോഗങ്ങൾ വരും. അല്ലെങ്കിൽ അതുപോലെ പല കുട്ടികൾക്കുള്ള പ്രശ്നം PCOS, PCOD ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊന്നും ചിന്തിക്കില്ല. പെട്ടെന്ന് ആ കുട്ടികളെ കണ്ടിട്ട് ഈ കുട്ടി എന്തൊരു വണ്ണം വെച്ചിരിക്കുന്നു, ഇത് ഭയങ്കര തീറ്റയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ പിന്നീട് ഫ്യൂച്ചറിൽ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം നമ്മൾ കൊടുക്കുന്ന കർമ്മയാണ് അവിടെ. സോ അതിനെല്ലാം നമുക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കൾക്കായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാം. നമ്മൾ അവരെക്കുറിച്ച് ഹോപ്പണൊപ്പണ പ്രെയർ പറയുക. ആ കുട്ടികളെ വിചാരിച്ചിട്ട് ഇപ്പം നമുക്കും പറയാം, ഇല്ല ആ കുട്ടികളെ കൊണ്ടും പറയിപ്പിക്കാം, ഇത് ഞാൻ ചെയ്തതാണ്, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് പുറത്ത് വന്നതാണ്. ഒക്കെ നമ്മുടെ ഒരു കർമ്മയുടെ ഭാഗവുമാണ്. നമ്മൾ പോയ ജന്മത്തിൽ ചെയ്ത ചില കർമ്മകൾ കാരണം നമുക്ക് ഇങ്ങനത്തെ രോഗം വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹോപ്പണൊപ്പണ പ്രെയർ ഫസ്റ്റ് പറയുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയോ അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ അനുഗ്രഹിക്കുക. നീ എല്ലാ ഐശ്വര്യങ്ങളോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കുന്നത് വളരെ 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 കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആകാതിരിക്കുന്നെങ്കിൽ അതുമായിട്ട് സംബന്ധപ്പെട്ട് കാണുന്ന നന്നായിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുക. ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇപ്പം മണിയുടെ കാര്യത്തിലാണെങ്കിൽ മണിയുള്ളവരെല്ലാം കാണുമ്പോൾ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, ഇതുപോലെ ഞാനും ഇരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ഈ ഹോപ്പണൊപ്പണ പ്രെയർ പറയുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. ഇത് 100% ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.